സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് ബോർ ആറ്റം മോഡൽ എന്താണെന്നുള്ള കണ്ടു. അപ്പോൾ അത് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രം വളരെ നന്നായിട്ട് ബോർ മോഡൽ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് എമിഷൻ സ്പെക്ട്രം അബ്സോർപ്ഷൻ സ്പെക്ട്രം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ഇപ്പോൾ ലൈറ്റിനെ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ, ഇത് ഇലക്ട്രോണിൻ്റെ ഇതിപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ എനിക്ക് എക്സൈറ്റ് ചെയ്യണം. എക്സൈറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഒരു ഹയർ എനർജി റേഡിയേഷൻ കൊടുക്കണം. ഈ ഒരു എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി വരുന്ന റേഡിയേഷൻ, അതായത് തോന്നുന്ന എനർജി കൊടുത്തിട്ട് കാര്യമില്ല. അതായത് ഇപ്പം ഈ ഒരു എനർജി ഗ്യാപ്പ് ഇപ്പോൾ ഒരു 30 ജൂൾ ആണ് എങ്കിൽ ആ ഒരു 30 ജൂൾ എനർജി H nu = 30 ജൂൾ എന്ന് വരത്തക്ക രീതിയിൽ 30 ജൂൾ എനർജി വരുന്ന റേഡിയേഷൻ വേണം ഞാൻ കൊടുക്കാം. അല്ലാതെ ഞാൻ അതിനേക്കാളും കൂടുതലായിട്ട് ഒരു 50 ജൂൾ കൊടുത്തെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് 20 ജൂൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. കൃത്യമായിട്ട് അതാണ് റെസൊണൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. കൃത്യമായിട്ട് ഈ ഒരു എനർജി ഗ്യാപ്പിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കൊടുത്താൽ മാത്രമേ എക്സൈറ്റേഷൻ നടക്കുകയുള്ളൂ. എനർജി ലെവൽസ് ആർ കോൺട്രാസ്റ്റ്. ഓക്കെ, അല്ലാണ്ട് നമ്മളിപ്പോൾ 50 ജൂൾ കൊടുത്തു. അപ്പോൾ നമ്മൾ ഓർക്കുകയാണ് ഇവിടുന്ന് ഇവിടെ വരെ ഇലക്ട്രോണിന് പോകണമെങ്കിൽ 30 ജൂൾ കൊടുത്താൽ 30 ജൂൾ മതിയല്ലോ. അപ്പോൾ 50 ജൂൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ചിന് ആ 30 ജൂൾ വെച്ച് എക്സൈറ്റഡ് ആയിട്ട് ബാക്കി എൻ്റെ കയ്യിൽ വെച്ചേക്കുമല്ലോ എന്ന് വിചാരിക്കരുത്. അങ്ങനെ നടക്കില്ല. അപ്പോൾ അതാണ് ക്വാണ്ടം കെമിസ്ട്രി ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എനർജിനെ നമുക്ക് ഇങ്ങനെ പകുതി വെച്ച് സ്പ്ലിറ്റ് ചെയ്തൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഫോട്ടോൺസിന്റെ ഫോമിലാണ് എനർജി ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതാ പറയുന്നത്, ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫോട്ടോൺസിന്റെ ഫോമിലാണ്, എനർജി പാക്കറ്റുകളായിട്ടാണ്. ഇപ്പോൾ 50 ജൂൾ എനർജി നമ്മൾ റേഡിയേഷൻ സപ്ലൈ ചെയ്യുമ്പോൾ അവിടേക്ക് വരുന്ന ഓരോ ഫോട്ടോണിന്റെ എനർജി 50 ജൂൾ ആണ്. അപ്പോൾ നമ്മൾ 30 ജൂൾ എനർജി മതിയെങ്കിൽ, എനർജി ഗ്യാപ്പ് 30 ജൂൾ ആണെങ്കിൽ ഓരോ ഫോട്ടോണിന്റെയും എനർജി, അതായത് H nu 30 ജൂൾ വരത്തക്ക രീതിയിൽ 30 ജൂൾ എനർജി ഉള്ള റേഡിയേഷൻ വേണം നമ്മൾ സപ്ലൈ ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ എക്സൈറ്റേഷൻ നടക്കുള്ളൂ. കൂടുതൽ കൊടുത്തിട്ടോ കുറവ് കൊടുത്തിട്ടോ എക്സൈറ്റേഷൻ നടക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു എനർജി സപ്ലൈ ചെയ്യുന്നു. എനർജി സപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? സപ്പോസ് നിങ്ങൾ വിചാരിക്കുക ഞാനിപ്പോൾ 10 ജൂൾ മുതൽ ഒരു 70 ജൂൾ വരെ ഉള്ള എനർജി സപ്ലൈ ചെയ്യാണ്. എല്ലാ എനർജിയും ഞാൻ കൊടുത്തോണ്ടേയിരിക്കുകയാണ്, മാറി മാറി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഉദ്ദേശം. ഇതാണ് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യിക്കണം. ഈ ഒരു ലോ എനർജിയിൽ നിന്ന് ഹൈ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യിക്കണം. അപ്പോൾ ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് ഒരു 30 ജൂളാന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എനർജി കൊടുക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു 10 ജൂൾ മുതൽ ഒരു 70 ജൂൾ വരെയുള്ള എനർജി സപ്ലൈ ചെയ്യണം. ആദ്യം 10 ജൂൾ എനർജി സപ്ലൈ ചെയ്തു, ഒന്നും ഞാൻ ഒബ്സർവ് ചെയ്യുന്നില്ല. ഈ ഞാൻ കൊടുത്ത ലൈറ്റ് അതുപോലെ പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അവിടെ അബ്സോർപ്ഷൻ നടന്നിട്ടല്ല. 20 ജൂൾ കൊടുത്ത് അബ്സോർപ്ഷൻ നടന്നില്ല. ഞാൻ 30 ജൂൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യും? താഴെ ഇരിക്കുന്ന ഇലക്ട്രോൺ ആ 30 ജൂൾ ഫോട്ടോണിനെ അബ്സോർബ് ചെയ്തിട്ട് ഹയർ എനർജിയിലേക്ക് പോകും. അപ്പോൾ എനിക്ക് 30 ജൂൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ട്രാൻസ്മിറ്റൻസ് അല്ല കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അബ്സോർബൻസ് ആണ്. 30 ജൂൾ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു ബാൻഡ് എനിക്ക് കിട്ടും അല്ലേ. പിന്നെ ഞാൻ വീണ്ടും 30 ജൂൾ മാറ്റി വീണ്ടും 40 ജൂൾ കൊടുത്തു. അനലൈസ് ചെയ്യാണ് ഇവിടെ അബ്സോർപ്ഷൻ നടക്കുന്നത്. കൃത്യമായിട്ട് അത് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നു. 50 ജൂൾ കൊടുക്കുമ്പോഴും അങ്ങനെ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും എനിക്ക് കൃത്യമായിട്ട് 30 ജൂളിൽ മാത്രം എന്ത് ചെയ്തു? ഒരു അബ്സോർപ്ഷൻ കാണിക്കുന്ന രീതിയിൽ ഒരു ബാൻഡ് കിട്ടി. ഇതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ഏതൊക്കെ പോയിന്റിലാണ് അബ്സോർപ്ഷൻ നടന്നത് അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ബാൻഡിനെ കിട്ടുന്നു. ദാറ്റ് ഇസ് അബ്സോർപ്ഷൻ ബാൻഡ്. ഇനി ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എമിഷൻ ബാൻഡ്, എമിഷൻ സ്പെക്ട്രം. ഇപ്പൊ എമിഷൻ സ്പെക്ട്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഹൈ എനർജിയിൽ ഇരിക്കുകയാണ്, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അയാൾക്ക് എന്ത് ചെയ്യണം? തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരണം. അപ്പോഴെന്താണ്? എനർജി ഗ്യാപ്പ് 30 ജൂളാണ്. അതായത് 30 ജൂൾ അബ്സോർബ് ചെയ്ത് മുകളിലേക്ക് പോയെങ്കിൽ ഡി എക്സൈറ്റേഷൻ നടക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ താഴേക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഡി എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എക്സസ് ആയിട്ട് വരുന്ന 30 ജൂൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് റിലീസ് ചെയ്യണം. അതും എനർജിയുടെ ഫോമിൽ തന്നെ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഹൈ എനർജിയിൽ നിന്ന് ലോ എനർജിയിലേക്ക് വരുമ്പോൾ എനർജി എന്ത് ചെയ്യും? പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. 30 ജൂൾ എനർജിക്ക് കറസ്പോണ്ട് ചെയ്യുന്ന റേഡിയേഷൻ ആയിരിക്കും ഇത് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? എമിഷൻ സ്പെക്ട്രം കിട്ടും. അപ്പോൾ എമിറ്റ് ചെയ്യുന്ന ലൈൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ബാൻഡ്സ്, ആ ഒരു എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബാൻഡ്സ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് എമിഷൻ സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ സ്പെക്ട്രം എടുക്കുമ്പോൾ ദാറ്റ് ഇസ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇനി എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ സ്റ്റഡി ചെയ്തുകൊണ്ട് നമുക്ക് സ്പെക്ട്രം കിട്ടുവാണെങ്കിൽ ദാറ്റ് ഇസ് എമിഷൻ സ്പെക്ട്രം. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രം നോക്കുമ്പോഴത്തേനെ, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കുന്നു? കുറേ ലൈൻസ്, കുറേ എനർജി എമിറ്റ് ചെയ്യുന്നു.
അങ്ങനെ എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു പറയാം. അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് റേഡിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കുറേ ലൈൻസ് കിട്ടും, കുറേ സ്പെക്ട്രൽ ലൈൻസ് കിട്ടും. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രം അവർ സ്റ്റഡി ചെയ്തപ്പോൾ എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രം അവർ സ്റ്റഡി ചെയ്തു. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒരു ഗേഷ്യസ് സിസ്റ്റം, ഓക്കെ, ഒരു പേപ്പർ സിസ്റ്റം എടുത്തു അല്ലെങ്കിൽ ഗേഷ്യസ് സിസ്റ്റം എടുത്തു. എന്നിട്ട് നമ്മൾ അതിന്റെ എമിഷൻ സ്പെക്ട്രം സ്റ്റഡി ചെയ്യാൻ പോവാണ്. ഇപ്പൊ എമിഷൻ സ്പെക്ട്രം ഇപ്പൊ ഓൾറെഡി അതെല്ലാം ഇപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഇരിക്കാൻ വിചാരിച്ചു. നമ്മൾ സംഭവം അതിനെ എക്സൈറ്റ് ചെയ്യിച്ച് ഹൈഡ്രജൻ ആറ്റംസ് ഒക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? എനർജി എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റഡി ചെയ്ത് നമുക്ക് എമിഷൻ സ്പെക്ട്രം കിട്ടി. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രം സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ വിട്ടുള്ള കുറേ ബാൻഡുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. വിട്ട് കുറേ ലൈനുകളുടെ ഒരു ബാൻഡ് കിട്ടും. അങ്ങോട്ട് വരുമ്പോൾ ഇപ്പൊ വേവ് ലെങ്ത് കൂടുന്നോടെ ഇപ്പം 100 നാനോമീറ്റർ ടു ഇപ്പൊ 10,000 നാനോമീറ്റർ ആ ഒരു റേഞ്ചിൽ ജസ്റ്റ് കുറേ ലൈൻസ് കിട്ടുന്ന ശേഷം ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫൈനലി ഹൈഡ്രജൻ ആറ്റത്തിന്റെ എന്തിരിക്കുന്നത്? എമിഷൻ സ്പെക്ട്രം ഇരിക്കുന്നത്. കുറെ ലൈനുകൾ അടങ്ങിയ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൈൻ സ്പെക്ട്രം ആണ് നമുക്ക് കിട്ടുന്നത്. എല്ലാം കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്, പിന്നെയും കുറച്ച് ലൈൻസ്, പിന്നെയും ഗ്യാപ്പ് വന്നിട്ട് അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറെ ലൈനുകളുടെ ഒരു സ്പെക്ട്രം ആണ് ഫൈനലി നമുക്ക് ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രം ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ്, ലൈൻ സ്പെക്ട്രം ആണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ഒരു ലൈൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു ലൈൻ സ്പെക്ട്രം കിട്ടുന്നത് എന്ന് ബോർ സ്റ്റഡി ചെയ്തിട്ട് അദ്ദേഹം ഒരു കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തു. അത് എന്താ പറയാ, അപ്രീഷ്യബിൾ ആയിട്ടുള്ള കൺസെപ്റ്റുമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഹൈഡ്രജൻ ആറ്റത്തിന് ഈ ഒരു എമിഷൻ സ്പെക്ട്രം ഈ ഒരു ലൈൻ സ്പെക്ട്രം ആയിട്ട് കിട്ടുന്നത് എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയായിരുന്നു. നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒരു സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഹൈഡ്രജൻ ആറ്റം പറയുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, ഒരേ ഒരു ഇലക്ട്രോണെ പ്രസന്റ് ആയിട്ടുള്ളൂ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത് നോർമലി 1s1 എന്നുള്ളതാണ്. 1s ആണ് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓർബിറ്റ്. അതിലായിരിക്കും ഒരു ഇലക്ട്രോൺ നോർമലി പ്രസന്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് എങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഹൈഡ്രജൻ എന്ന് പറയുന്ന ന്യൂക്ലിയസ് ഒരു പ്രോട്ടോൺ വരുന്ന ഈ ന്യൂക്ലിയസ്. അപ്പൊ ഇതിന് ചുറ്റും ഈ ഒരു ഓർബിറ്റ് മാത്രമേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ എന്നല്ല അർത്ഥം. ഇത് ഹൈഡ്രജൻ ആറ്റം ആണ് എങ്കിൽ അതിന് ചുറ്റും കുറെ ഓർബിറ്റുകൾ അപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അവസരം കിട്ടിയാൽ ഈ ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് n=1 എന്ന് പറയുന്ന ഫസ്റ്റ് ഓർബിറ്റ്. n=2 ഉണ്ട്, n=3 ഉണ്ട്, n=4 ഉണ്ട്, n=5 ഉണ്ട്. അങ്ങനെ പെർമിറ്റഡ് ആയിട്ടുള്ള ഓർബിറ്റുകൾ അവിടെ പ്രസന്റ് ആയിരിക്കാം. പക്ഷേ നോർമലി ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇത് n=1 എന്ന് പറയുന്ന ആ കെ ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്നേ ഉള്ളൂ. ഇപ്പൊ സഫീഷ്യന്റ് ആയിട്ടുള്ള എനർജി നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യാം? n=2 പോയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിലോ ആ തേർഡ് ഷെല്ലിലേക്ക് പോയിരിക്കാം, അല്ലെങ്കിൽ ഫോർത്ത് ഷെല്ലിലേക്കൊക്കെ പോയിരിക്കാം നമ്മൾ കൊടുക്കുന്ന എനർജി അനുസരിച്ച്. അപ്പൊ എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഒക്കുപ്പൈ ചെയ്യാം, ഇവിടെ ഒക്കുപ്പൈ ചെയ്യാം, ഇവിടെ ഒക്കുപ്പൈ ചെയ്യാം, ഏത് ലെവലിലാണെന്ന് വെച്ചാൽ അവിടെ ഒക്കുപ്പൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു സിസ്റ്റം എടുക്കുകയാണ്, ഒരു ഗേഷ്യസ് സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ ഒരു ഹൈഡ്രജൻ ആറ്റം മാത്രമല്ല ഉള്ളത്, ഒരുപാട് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും. ഒരു ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ആ ഇലക്ട്രോൺ പല എനർജി സ്റ്റേറ്റിലും ആയിരിക്കും ഇരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഇപ്പൊ ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു ഇലക്ട്രോൺ ഫസ്റ്റ് ഷെല്ലിലാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ സെക്കൻഡ് ഹൈഡ്രജൻ ആറ്റം എടുക്കുമ്പോൾ അയാൾ 2sലായിരിക്കും ഇരിക്കുന്നത്, സെക്കൻഡ് ഷെല്ലിലായിരിക്കും ഇരിക്കുന്നത്. തേർഡ് ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ആ ഒരു ഇലക്ട്രോൺ ചിലപ്പോൾ ഇത് തേർഡ് ഷെല്ലിലായിരിക്കും ഇരിക്കുന്നത്, വേറെ ഒന്നിനകത്ത് ഫോർത്ത് ഷെല്ലിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഹൈഡ്രജൻ ആറ്റത്തിനകത്തും ഇലക്ട്രോൺ എല്ലാം ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നെ ആവണമെന്നില്ല, പല പല എക്സൈറ്റഡ് സ്റ്റേറ്റുകളിലും ഒക്കുപ്പൈ ചെയ്യാം. അപ്പൊ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് അവിടെ ഇരിക്കാൻ പ്രിഫർ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അവർ ശ്രമിക്കുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റ് അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്, ഹൈ എനർജി സ്റ്റേറ്റ് ആണ്, എത്രയും പെട്ടെന്ന് കയ്യിലുള്ള എക്സസ് എനർജീനെ റേഡിയേഷന്റെ ഫോമിലോ മറ്റേതെങ്കിലും രീതിയിലോ എമിറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരാൻ ശ്രമിക്കും. അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ അതിന്റെ കയ്യിലുള്ള എക്സസ് എനർജി റേഡിയേഷന്റെ ഫോമിൽ പുറത്തേക്ക് എമിറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എമിഷൻ സ്പെക്ട്രം കിട്ടുന്നത്. അപ്പോൾ ഓരോ എനർജി ലെവലിൽ നിന്നും താഴേക്ക് എക്സൈറ്റ് ചെയ്യുമ്പോഴത്തേന് അത് പല എനർജി ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം ഇവിടെ n=2 ഈ സെക്കൻഡ് ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺ ഇവിടേക്ക് എക്സൈറ്റ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ എനർജി ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്.
തേർഡ് ഷെല്ലിരിക്കുന്നതാണ് ഫസ്റ്റിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നെങ്കിൽ വേറൊരു എനർജി ആയിരിക്കും. നോക്കി, ഫോർത്ത് ഷെല്ലിലുള്ള ആള് ഫസ്റ്റിലേക്ക് എക്സൈറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഒരു എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ആയിരിക്കും എമിറ്റ് ചെയ്യുക, അല്ലെ? അപ്പൊ ഇയാള് ഏത് ലെവലിൽ നിന്നാണോ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ലോ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്നത്, അതനുസരിച്ച് പല എനർജി ഉള്ള റേഡിയേഷൻ ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പല ലൈനുകൾ ഇങ്ങനെ കിട്ടുന്നത്. ഒറ്റൊരു ലൈൻ അല്ല കിട്ടിയത്. സപ്പോസ് ഏത് ലെവലിൽ നിന്ന് താഴേക്ക് വന്നാലും ഒറ്റൊരു എനർജി മാത്രമേ എമിറ്റ് ചെയ്തുവെങ്കിൽ ഫൈനലി നമ്മുടെ സ്പെക്ട്രം എടുക്കുമ്പോൾ ഒറ്റ ലൈനേ കിട്ടാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് സീരീസ് ഓഫ് ലൈൻസ് കിട്ടുന്നുണ്ട്. ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറെ ലൈനുകളുടെ സെറ്റാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇതാണ് കാര്യം. നോക്കി, എനർജി ഗ്യാപ്പ് ഡിഫറെന്റ് അല്ലേ? അപ്പോൾ ഓരോന്നിൽ നിന്നും ഇയാൾ താഴേക്ക് വരുമ്പോഴത്തേനെ പല എനർജി എമിറ്റ് ചെയ്യുന്നു. അതനുസരിച്ച് ഓരോ എനർജിക്കും കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇങ്ങനെ ഓരോ ലൈനുകൾ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ തിയറി എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രം കിട്ടാനുള്ള കാരണം ഇതാണ്, അതിന്റെ തിയറി ഇതാണ്. ഇനി നമ്മൾ എമിഷൻ സ്പെക്ട്രം അനലൈസ് ചെയ്യുമ്പോൾ നേരത്തെ തന്നെ കുറെ ബാൻഡുകൾ കണ്ടില്ലേ, കുറെ ലൈനുകൾ കണ്ടില്ലേ, സീരീസ് ഓഫ് ലൈൻസ് കണ്ടു. പിന്നെ ഓരോ സീരീസിനും ഓരോ സെറ്റ് ഓഫ് ലൈനിനും ഓരോ പേരുണ്ട്. ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, അങ്ങനെ കുറെ സീരീസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈനലി എമിഷൻ സ്പെക്ട്രം ഇങ്ങനെ ഇരിക്കും. ആദ്യം കുറെ സീരീസ് ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ നമ്മൾ ലൈമാൻ സീരീസ് എന്ന് പറയും. പിന്നെ കുറെ ലൈനുകളുടെ ഒരു സീരീസ് ഉണ്ടാവും, അതിനെ ബാമർ സീരീസ് എന്ന് പറയും. പിന്നെ ബ്രാക്കറ്റ്, പാഷൻ, ഫണ്ട്, അങ്ങനെ പോകും. അപ്പൊ ആദ്യം കുറെ സെറ്റ് ഓഫ് ലൈൻസ് ആണ്, പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, പിന്നെ ആയിരിക്കും കുറെ സെറ്റ് ഓഫ് ലൈൻസ്. അപ്പൊ ഇങ്ങനെ ഓരോ സെറ്റ് ഓഫ് ലൈൻസിനെയും നമ്മൾ ഓരോ പേരാണ് വിളിക്കുന്നത്. ഫസ്റ്റ് സെറ്റ് ഓഫ് ലൈൻസ് എന്നുള്ള ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, ബ്രാക്കറ്റ്, ഫാഷൻ, ഫണ്ട്. ഓക്കെ, അങ്ങനെ അത്രയും സീരീസ് ഓഫ് ലൈൻസ് ആണ് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടുന്ന സീരീസ് ഓഫ് ലൈൻസ് ഉണ്ട്. ഇനി ഇതിന് എന്താണ് ഈ ലൈമാൻ സീരീസ് എന്ന് വെച്ചാൽ എന്താണ്, ബാമർ സീരീസ് എന്താണ്, വ്യത്യാസം എന്താണെന്നുള്ളത് ഇപ്പൊ പറയാം. ഇത് നമുക്ക് അതിന്റെ ഡിഫറൻസ് നോക്കാം. അതുപോലെ ഞാൻ എനർജി ലെവൽസ് വരയ്ക്കാണ്. ഹൈഡ്രജന് പല എനർജി ലെവൽസ് ഉണ്ട്. n = 1, n = 2, 3, 4, 5, 6. 1ലേക്ക് പോകുന്നതിനനുസരിച്ച് എന്താണ്, തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യമേ നമ്മൾ പറഞ്ഞു, ബോർത്തിയർ പറഞ്ഞപ്പോഴേ പറഞ്ഞു, മാക്സിമം ഗ്യാപ്പ് ഇവിടെ ആയിരിക്കും. പിന്നെ 1ലേക്ക് പോകുന്നതിനനുസരിച്ച് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. n = 1, 2, n = 3, 4, 5, 6, 7. ഓക്കെ, ഇത് കുറെ എനർജി ലെവൽസ് ആണ്. അപ്പൊ ഫസ്റ്റ് n = 2, ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. n = 1 പ്രിൻസിപ്പൽ ഷെൽ. ഇത് n = 2 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ഷെൽ. അപ്പൊ n = 2 ഇരിക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യാം, n = 1ലേക്ക് വരാം. n = 3 ഇരിക്കുന്ന ഇലക്ട്രോണ് തേർഡ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് ഫസ്റ്റിലേക്ക് വരാം. ഫോർത്ത് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് ഫസ്റ്റിലേക്ക് വരാം. ഫിഫ്ത്തിൽ ഇരിക്കുന്ന ആൾക്ക് ഫസ്റ്റിലേക്ക് വരാം. സിക്സ്ത്തിൽ ഇരിക്കുന്ന ആൾക്ക് ഫസ്റ്റിലേക്ക് വരാം. ഈ ആൾക്ക് താഴേക്ക് വരാം. അപ്പോ ഈ ഹൈ എനർജി ലെവലിരിക്കുന്ന എല്ലാവരും എന്താണ്, ഡി എക്സൈറ്റേഷൻ നടന്ന് ഫസ്റ്റ് എനർജി ലെവലിലേക്ക് വന്നു. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഡിഫറെന്റ് ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി അവർ എമിറ്റ് ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറെ സെറ്റ് ഓഫ് ലൈൻസ് കിട്ടുന്നു. ഇതിനെയാണ് അത് ഹൈ എനർജി ലെവൽസിൽ നിന്നെല്ലാം ഫസ്റ്റ് എനർജി ലെവലിലേക്ക് ഡി എക്സൈറ്റേഷൻ നടക്കുമ്പോഴത്തേനെ കിട്ടുന്ന സീരീസ് ഓഫ് ലൈനിനെയാണ് നമ്മൾ ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. ലൈമാൻ സീരീസ്. ഇനി സെക്കൻഡ് എനർജി ലെവൽ, തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് വരാം, ഫോർത്തിൽ നിന്ന് സെക്കൻഡിലേക്ക്. ഇനി ഹൈ എനർജി ലെവൽസിൽ നിന്നൊക്കെ സെക്കൻഡിലേക്കാണ് എക്സൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കുറെ സെറ്റ് ഓഫ് ലൈൻസ് കിട്ടും. അത് നമ്മൾ ബാമർ സീരീസ് എന്ന് പറയും. ബാമർ, ലൈമാൻ സീരീസ്, ബാമർ സീരീസ്. ഇപ്പൊ സെക്കൻഡിലേക്ക് വന്നു. ഇനി അടുത്ത ഹൈ എനർജി ലെവൽസിൽ നിന്നൊക്കെ തേർഡിലേക്ക് വരാം. അപ്പൊ അതിന് നമ്മൾ പാഷൻ എന്ന് പറയും. അല്ല, ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്. അതെ, പാഷൻ സീരീസ്. ദെൻ നമുക്ക് ഫോർത്തിലേക്ക് വരുമ്പോൾ തന്നെ ബ്രാക്കറ്റ് സീരീസ് എന്ന് പറയും. ഫിഫ്ത്തിലേക്കാണെങ്കിൽ ഫണ്ട് സീരീസ് എന്ന് പറയും. സിക്സ്ത്തിലേക്കാണെങ്കിൽ ഹംഫ്രി സീരീസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ നമുക്ക് 6 സീരീസ് ഓഫ് ലൈൻസ് ആണ് കിട്ടുന്നത്. എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിക്കൊണ്ടാണോ? ഹയർ ലെവൽസിൽ നിന്ന് എല്ലാം കൂടെ ഫസ്റ്റിലേക്ക് വരുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് ലൈൻസ് കിട്ടും. അത് ലൈമാൻ ആണ്, ദെൻ ബാമർ ആണ്, അങ്ങനെ ഓരോന്നും പോകും. അങ്ങനെയാണ് ഈ ഒരു എക്സൈറ്റേഷന്റെ ഭാഗമായിട്ടാണ്, എക്സൈറ്റേഷൻ അല്ല ഡി എക്സൈറ്റേഷൻ, സോറി ഞാൻ ഇടയ്ക്ക് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞു കേട്ടു. ഈ ഒരു ഡി എക്സൈറ്റേഷന്റെ ഭാഗമായിട്ട് എനർജി എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന എനർജിയാണ് നമുക്ക് കുറെ ലൈൻസ് ആയിട്ട് കാണുന്നത് സ്പെക്ട്രത്തിൽ. ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ ലൈൻ സ്പെക്ട്രം കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ ലൈനും
എന്താണ് ഓരോ എനർജിക്ക് കറസ്പോണ്ട് ചെയ്യുന്നതാണ്. അതായത് ഈ ഒരു എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി അത് പുറത്തേക്ക് എമിറ്റ് ചെയ്തു. ആ ഒരു എമിറ്റ് ചെയ്ത എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു എമിഷൻ സ്പെക്ട്രം കിട്ടുന്നു. അപ്പൊ എമിഷൻ സ്പെക്ട്രം ഏത് ഫ്രീക്വൻസിയിലാണോ റെക്കോർഡ് ചെയ്യുന്നത് ആ ഒരു എനർജിയാണ് നമുക്ക് പുറത്തേക്ക് കിട്ടിയിരിക്കുന്നത്. എമിറ്റ് ചെയ്തത് ആ ഒരു ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയേഷൻ ആണ്. അപ്പൊ ആ റേഡിയേഷന്റെ സ്പെക്ട്രം ആണ്, ലൈനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ലൈനിന്റെ അല്ലെങ്കിൽ ഈ ലൈൻ സ്പെക്ട്രത്തിന്റെ അല്ലെങ്കിൽ ഓരോ ലൈൻസിന്റെയും എനർജി കണ്ടുപിടിക്കണ്ടേ? എത്ര എനർജിയിലുള്ള റേഡിയേഷൻ ആണ് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓരോ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരു ഗിവൺ എനർജി ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. ആ എമിറ്റ് ചെയ്ത എനർജിയുടെ അല്ലെങ്കിൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ഈ ലൈൻ സ്പെക്ട്രം ഉണ്ടല്ലോ, ആ ലൈനിന്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് റിഡ്ബർഗ് ഇക്വേഷൻ എന്ന് പറയും. ആ ഒരു ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. റിഡ്ബർഗ് ഇക്വേഷൻ. വേവ് നമ്പർ. അതിനു മുന്നേ നിങ്ങൾക്ക് ആ പേരുകൾ ഫെമിലിയർ ആണെന്ന് തോന്നുന്നു. ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ് അത്രയും അറിയായിരിക്കും. പിന്നെ ഹാംഫ്രി സീരീസ് എന്ന് പറഞ്ഞ ഒന്നും കൂടെ ഉണ്ട്. ഫണ്ട് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഹാംഫ്രി സീരീസ്. ഹാംഫ്രി സീരീസ് അത്ര ഫെമിലിയർ ആണോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ട്. സോ അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഹാംഫ്രി സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസും കൂടെ ഉണ്ട്. അതായത് ആറാമത്തെ ഷെല്ലിലേക്ക് ഹയർ എനർജി ലെവൽസിൽ നിന്ന് ഡി എക്സൈറ്റേഷൻ നടന്ന് എല്ലാവരും കൂടെ വന്നു വീഴുന്നത് 6th പ്രിൻസിപ്പൽ ഷെല്ലിലേക്കാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന സീരീസിനാണ് ഹാംഫ്രി സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, 6th ഷെൽ. ഇത് 5th ഷെല്ലിലേക്കാണ് ഡി എക്സൈറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ പേര് ചിലപ്പം കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഹാംഫ്രി സീരീസ് എടുത്തു പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് വേവ് നമ്പർ പറയാം. ഈ ഒരു സ്പെക്ട്രൽ ലൈനിന്റെ വേവ് നമ്പർ എന്ന് പറയുന്നത് എന്താ? 1/λ അല്ലെ? വേവ് ലെങ്ത്തിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ വേവ് നമ്പർ എന്ന് പറയുന്നത്. സെന്റിമീറ്റർ. വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ്, വേവ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താ? വേവ് ലെങ്ത്. അതിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ ആകുമ്പോൾ സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് നമ്മൾ വേവ് നമ്പർ വരിക. ഓക്കെ, വേവ് നമ്പറിനെ നമ്മൾ ന്യൂ ബാർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ. അതാണ് വേവ് നമ്പർ. ഓക്കെ, അപ്പോൾ ന്യൂ ബാർ ഓഫ് സ്പെക്ട്രൽ ലൈൻ, വേവ് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ. നമുക്ക് എമിറ്റ് ചെയ്ത് വരുന്ന ലൈറ്റിന്റെ എനർജി ഉണ്ടല്ലോ, ആ എനർജിയുടെ ഒരു ടേം അല്ലെങ്കിൽ ആ ലൈറ്റിന്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/RH. റിഡ്ബർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തത്. RH എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിനൊരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ട്. അപ്പൊ 1/RH ഇൻറ്റു 1/n1² മൈനസ് 1/n2² സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്പെക്ട്രൽ ലൈനിന്റെ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ, എമിറ്റ് ചെയ്യുന്ന എനർജി ആണല്ലോ സ്പെക്ട്രൽ ലൈൻ ആയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണല്ലോ സ്പെക്ട്രൽ ലൈൻ കിട്ടുന്നത്. സോ എമിറ്റഡ് റേഡിയേഷന്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1/RH ഇൻറ്റു 1/n1² മൈനസ് 1/n2². യൂണിറ്റ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് വേവ് നമ്പർ ആയതുകൊണ്ട്. ഓക്കെ, RH നെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഇനി നമ്മൾ റിഡ്ബർഗ് ഇക്വേഷൻ ആണ് വിളിക്കുക. നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയും. അതിനൊരു വാല്യൂ ഉണ്ട്. വാല്യൂ 165 സംതിങ് ആയിരുന്നു. എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് ഞാൻ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കൃത്യമായിട്ട് ആ കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഓക്കെ, 1/n1² മൈനസ് 1/n2² അല്ലേ? അപ്പൊ n1 എന്ന് പറയുന്നത് എന്താണ്? എവിടേക്കാണോ വന്നത് വീഴുന്നത് ആ ലോ എനർജി. n2 എന്ന് പറയുമ്പം എവിടെ നിന്നാണോ വരുന്നത് അതാണ് n2. നമ്മുടെ പ്രിൻസിപ്പൽ ഷെല്ലാണ് n1 n2 എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പൽ ഷെല്ലാണ് അല്ലെങ്കിൽ മെയിൻ ഷെല്ലാണ്. അതായത് നമ്മൾ പറഞ്ഞു n = 1, n = 2, n = 3, n = 4 ഇതെല്ലാം പ്രിൻസിപ്പൽ ഷെല്ലാണ്. അപ്പൊ n1 ഇപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ നടക്കുന്നുവെങ്കിൽ അത് n2 നിന്ന് n1ലേക്ക് നടന്നു. അപ്പൊ എവിടേക്കാണ് വന്ന് വീഴുന്നത്? ഡി എക്സൈറ്റേഷൻ നടക്കുന്നത് എങ്ങോട്ടേക്കാണ്? n = 1ലേക്കാണ്. അപ്പൊ n1 എന്ന് പറയുന്നത് n = 1 ആണ്. n1 എന്ന് പറയുമ്പോൾ the principal shell to which the transition occurs and n2 is the principal shell from which the transition occurs.
N1 principal shell to which the excitation occurs. To which എങ്ങോട്ടേക്കാണോ വന്ന് വീഴുന്നത് ദാറ്റ് ഇസ് N1. N2 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഷെൽ ഫ്രം വിച്ച് the excitation occurs. From which എവിടെ നിന്നാണോ വരുന്നത് ദാറ്റ് ഇസ് N2. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ 2 നിന്ന് 1ലേക്ക് വന്ന് വീഴുന്നു. അതായത് ഈ ഒരു ട്രാൻസിഷനകത്ത് N1 എന്ന് പറയുന്നത് 1 ആയിരിക്കും, N2 എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി ഇങ്ങനെ ഒരു ട്രാൻസിഷൻ 4 നിന്ന് 1ലേക്ക് വന്ന് വീഴുന്നു. അപ്പൊ ഈ കേസിൽ എന്താണ് N1 എന്ന് പറയുന്നത് എന്താണ്, എവിടേക്കാണ് വന്ന് വീഴുന്നത് n equal to 1ലേക്ക്. സോ N1ന്റെ വാല്യൂ 1 ആയിരിക്കും. എവിടെ നിന്നാണ് വരുന്നത് n equal to 4ൽ നിന്ന്. അപ്പൊ N2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇതിനകത്ത് ഈ ടേമുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഇപ്പൊ അവർ പറയാണ് ലൈൻമാൻ സീരീസിനകത്ത് ഇപ്പൊ ഫോർത്ത് ലൈൻ എന്ന് പറയുമ്പോഴത്തേനെ എന്താ, ലൈൻമാൻ സീരീസിനകത്ത് ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ 2ൽ നിന്ന് 1ലേക്ക്, സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ 3ൽ നിന്ന് 1ലേക്ക്, തേർഡ് ലൈൻ എന്ന് പറയുമ്പോൾ 4ൽ നിന്ന് 1ലേക്ക്, ഫോർത്ത് ലൈൻ എവിടെ നിന്നാണ് വരുന്നത് n equal to 5ൽ നിന്ന് 1ലേക്ക്. അപ്പോൾ ഫോർത്ത് ലൈനിന്റെ വേവ് നമ്പർ ഏതാണെന്ന് ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ എടുത്തുനിന്ന് ഇന്നതിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നു എന്നൊന്നും ചോദിക്കുക. ചിലപ്പോൾ ഫോർത്ത് ലൈനിന്റെ അല്ലെങ്കിൽ ഫോർത്ത് ഹൈ എനർജി എമിഷൻ ലൈനിന്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ ചോദിക്കും. ലൈൻമാൻ സീരീസിനകത്ത് ഫോർത്ത് ഹൈ എനർജി എമിഷൻ ലൈൻ, ഓരോ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർത്ത് ഹൈ എനർജി എമിഷൻ ലൈൻ ഇൻ ലൈൻമാൻ സീരീസ്. അപ്പൊ നമുക്ക് അറിയേണ്ടത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ ഞാൻ പറഞ്ഞത് ഓൾറെഡി അറിയാം. അത് ആ വാല്യൂ എത്ര എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് അറിയേണ്ടത് N1ന്റെ N2ന്റെ വാല്യൂ അറിഞ്ഞാൽ മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഏതിന്റെ ആണെങ്കിലും വേവ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഒരു ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഏത് ലൈനിന്റെ. അപ്പൊ നിങ്ങളോട് ചോദിച്ച ഇതാണ് ഫോർത്ത് ഹൈ എനർജി ലൈൻ ഇൻ ലൈൻമാൻ സീരീസ്. ലൈൻമാൻ സീരീസിനകത്ത് നാലാമത്തെ ഹൈ എനർജി ലൈനിന്റെ എന്താ പറയാ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ. അപ്പൊ ലൈൻമാൻ സീരീസ് ആണെന്നുള്ളത് മനസ്സിലായി. ലൈൻമാൻ സീരീസ് ആണെങ്കിൽ N1ന്റെ വാല്യൂ എന്തായിരിക്കും 1 ആയിരിക്കും. ബിക്കോസ് ലൈൻമാൻ സീരീസിൽ ഫസ്റ്റ് ഷെല്ലിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. സോ N1ന്റെ വാല്യൂ 1 ആണ്. പിന്നെ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് N2ന്റെ വാല്യൂ എത്ര ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ അതിനുള്ള ഹിന്റ് നമുക്ക് തന്നത് ഫോർത്ത് ഹൈ എനർജി ട്രാൻസിഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഏറ്റവും ലോ എനർജി ട്രാൻസിഷൻ. അതിനേക്കാളും എനർജി കൂടുതലായിരിക്കും ഇതിന്, അതിലും എനർജി കൂടുതലായിരിക്കും ഈ ഒരു ട്രാൻസിഷൻ, അതിലും എനർജി കൂടുതലായിരിക്കും ഈ ഒരു ട്രാൻസിഷൻ. ബിക്കോസ് ഇത്രത്തോളം ഒരു എനർജി ഗ്യാപ്പ് വരുന്നില്ലേ, അപ്പൊ അത്രത്തോളം ഒരു ഹൈ എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയേഷനല്ലേ എമിറ്റ് ചെയ്യുന്നത്. സോ നാലാമത്തെ ഹൈ എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇതാ, 5ൽ നിന്ന് 1ലേക്കുള്ള ട്രാൻസിഷൻ. അപ്പം N2ന്റെ വാല്യൂ എന്തായിരിക്കും ഇവിടെ വരുന്നത്, N2 is equal to 5 ആയിരിക്കും. ബിക്കോസ് ഫോർത്ത് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ 5ൽ നിന്ന് 1ലേക്ക് വരുന്നു, അതാണ് ഹൈ എനർജി ട്രാൻസിഷൻ. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് ലോവസ്റ്റ് എനർജി ട്രാൻസിഷൻ ഇൻ ലൈൻമാൻ സീരീസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് നമ്പർ എഴുതാൻ ചോദിക്കും. ലോവസ്റ്റ് എനർജി ട്രാൻസിഷൻ ലൈൻമാൻ സീരീസിനകത്ത് ഏറ്റവും ലോ എനർജി ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് നമ്പർ. ഏറ്റവും ലോ എനർജി ട്രാൻസിഷൻ ഇതാണ് N2ൽ നിന്ന് N1ലേക്ക് വരുന്നത്. ഇതാണ് ഏറ്റവും ലോ എനർജി വരുന്ന ട്രാൻസിഷൻ. അപ്പോൾ N1ന്റെ വാല്യൂ 1 ആണെന്നറിയാം, N2ന്റെ വാല്യൂ 2 ആണെന്നറിയാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേവ് നമ്പർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താ പറയാ, അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് സീരീസ് ഓഫ് ലൈൻസ് വന്നതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ന് പറയുന്നത് ഇതിന്റെ എന്താ പറയാ ഫൈൻ സ്പെക്ട്രം ആണ്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് എമിഷൻ സ്പെക്ട്രം കിട്ടി, കുറെ സെറ്റ് ഓഫ് ലൈൻസിന്റെ സ്പെക്ട്രം ആണെന്ന് മനസ്സിലായി. അതിനുള്ള റീസണും കാര്യങ്ങളും ഇക്വേഷനൊക്കെ പഠിച്ചു. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിന് ഞാനിപ്പോൾ ആൻസർ പെർഫെക്റ്റ്ലി ആൻസർ കംപ്ലീറ്റ്ലി പറയില്ല, ഇത് നിങ്ങളായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. ചിന്തിച്ചാൽ മതി, ഈസി ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമ്മുടെ ബോർ മോഡലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബോർ മോഡലിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, പക്ഷേ ഹൈഡ്രജൻ ആറ്റത്തിന് ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. നമ്മൾ കുറച്ചുകൂടെ ഹൈ റെസൊല്യൂഷൻ ഉള്ള സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നേരത്തെ നമ്മൾ എങ്ങനെയാണ് കണ്ടേ,
ഇങ്ങനെ കുറേ ലൈനുകളുടെ ഒരു സെറ്റ് കണ്ടു, പിന്നെ കുറേ ലൈനുകളുടെ ഒരു സെറ്റ്, ഇങ്ങനെയല്ലേ കിട്ടിയത്. ഇത് ലോ റെസൊല്യൂഷൻ സ്പെക്ട്രം വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ല കിട്ടുന്നത്. വളരെ ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രം ആണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ലൈനിന്റെ ഇടയ്ക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ഫൈൻ ലൈനുകൾ കാണും. ഓരോ ലൈനിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, കുറേ കുഞ്ഞു 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 ഫൈൻ ലൈൻസ് ഉണ്ടാവും. അപ്പൊ അതാണ് ഫൈൻ സ്പെക്ട്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് വളരെ ഫൈൻ ആയിട്ടുള്ള ക്ലോസ്ലി, ഇത് വളരെ തിന്നാണ്, വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക, ഇതുപോലെ വലിയ ഗ്യാപ്പ് ഒന്നുമില്ല, വളരെ ക്ലോസ് ആയിട്ടാണ്. അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു തിക്ക് ലൈൻ ആയിട്ടേ കാണുള്ളൂ. നമ്മൾ നല്ല ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റർ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇങ്ങനെ ഒറ്റൊരു തിക്ക് ലൈൻ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു ഫൈൻ ലൈനുകൾ ചേർന്നിട്ടാണ് ഒരു തിക്ക് ലൈൻ ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പൊ എന്തുകൊണ്ട് ഈ ഫൈൻ ലൈൻ വരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ആർക്ക് പറ്റിയില്ല, ബോർ മോഡലിന് പറ്റിയില്ല. നിങ്ങൾക്ക് പറ്റും. എന്തുകൊണ്ടാണ് ഈ ഒരു ഫൈൻ ലൈൻ വരുന്നത് എന്നതിന് പല എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതിലൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറ്റും. അത് പറയണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലൈൻസ് വരുന്നത് മനസ്സിലാക്കുക. ഒരു ലൈൻ നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുകൊണ്ട് ആ ഒരു ലൈൻ വരുന്നത്, ഡി എക്സൈറ്റേഷൻ നടക്കുന്നുള്ളൂ, ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് പോകുന്നു, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഫൈൻ ലൈൻസ് വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലൈക്ക് ഇപ്പം 1ൽ നിന്ന് 2ൽ നിന്ന് 1ലേക്ക്, 3ൽ നിന്ന് 1ലേക്ക്, 4ൽ നിന്ന് 1ലേക്ക് എന്ന് പറഞ്ഞത് കൂടാതെ ഇൻ അഡീഷൻ അവിടെ വേറെ എന്തൊക്കെയോ ട്രാൻസിഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എക്സ്ട്രാ ആയിട്ട് ഈ കുറച്ച് ഫൈൻ ലൈനുകൾ കിട്ടുന്നത്. ആ ട്രാൻസിഷൻ എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ചിന്തിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. സബ്സ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും വലിയ ആൻസർ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. സബ്സ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ആൻസർ ഞാൻ സബ്സ്റ്റൻ എന്ന് പറഞ്ഞപ്പോഴേ ആൻസർ പലർക്കും കിട്ടിയിട്ടുണ്ടാവും. കിട്ടാത്തവർ ജസ്റ്റ് ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ തീർന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഡുവൽ നേച്ചർ, പാർട്ടിക്കിളിന്റെ ഡുവൽ നേച്ചറും ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഒക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ചെയ്യാം. ഇടയ്ക്കൂടെ നമുക്ക് പ്രോബ്ലംസും ചെയ്യാം. ഓക്കെ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചെയ്യിപ്പിക്കാം.